ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ഇത്രത്തോളം ബലത്തോടും ശക്തിയോടും ദൈവസന്നിധിയിൽ നിർത്തുമാറാക്കി എൻ്റെ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ ദൈവമക്കളുടെ മുമ്പാകെ നിൽക്കുകയാണ്. ഞാൻ വാളകത്ത് അടുത്ത ഒരു കുഗ്രാമത്തിൽ ഒരു ക്രിസ്തീയ ഭവനത്തിൽ കടമറ്റം പള്ളി ഇടവകാംഗമായി ഓർത്തഡോക്സ് സഭയുടെ അംഗമായി 4 പെൺമക്കളിൽ എൻ്റെ മാതാപിതാക്കൾക്ക് 4 പെൺമക്കളിൽ മൂത്തവളായി ജനിച്ചു. എൻ്റെ പിതാവ് കമ്മിറ്റി മെമ്പറും ഒരു സൺഡേ സ്കൂൾ അധ്യാപകനുമായതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുകയും സൺഡേ സ്കൂൾ പഠിക്കുകയും ഞാൻ ചെയ്തു. നോമ്പും നമസ്കാരവും പ്രാർത്ഥനയും എല്ലാം ഞങ്ങളുടെ ഭവനത്തിലുണ്ടായിരുന്നു. എന്നാൽ യേശു എനിക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ലായിരുന്നു. യേശു എൻ്റെ ഹൃദയത്തിലില്ലായിരുന്നു. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ നേഴ്സിംഗ് പഠിച്ച് എൻ്റെ ജോലിക്കായി ഞാൻ അന്യദേശത്ത് പോയി ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവിടെ വച്ച് എനിക്ക് പല വിഷയങ്ങളിലും സമാധാനമില്ലാതെ വന്നപ്പോൾ ഞാൻ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പല കൂട്ടായ്മകളിലും പോയി, പല പ്രെയർ മീറ്റിങ്ങുകളിലും പോയി. അവിടെയൊന്നും എനിക്ക് ലഭിക്കേണ്ടതായ സമാധാനം ലഭിച്ചില്ല. അപ്പോൾ എൻ്റെ ജോലി ചെയ്യുന്നവർ എന്നോട് പറഞ്ഞു, പെന്തക്കോസിൽ പോയി സ്നാനമേറ്റ് അവരുടെ കൂട്ടായ്മയിൽ പോയാൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുമെന്ന്. അങ്ങനെ ഞാൻ പെന്തക്കോസിൽ പോയി സ്നാനം സ്വീകരിച്ച് കൂട്ടായ്മയിൽ പോയി. അവിടെയും എനിക്ക് ലഭിക്കേണ്ടതായ സമാധാനം ലഭിച്ചില്ല. ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന് എനിക്ക് അസുഖമായി കിടന്നപ്പോൾ എനിക്ക് ഹാർട്ടിന് അസുഖമാണെന്നും അങ്ങനെ ഞാനൊരു ഫേസ് മേക്കർ വെച്ച് 3 മാസം റെസ്റ്റിലായിരുന്നപ്പോൾ എവിടെയും കൂട്ടായ്മയ്ക്ക് പോകുവാൻ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ എൻ്റെ മക്കൾ പോയിക്കൊണ്ടിരുന്ന യോഹന്നാൻ സാറിൻ്റെ കൂട്ടായ്മയിൽ എനിക്ക് പോകുവാൻ സാധിച്ചു. അവിടെ ഞാൻ ചെന്ന ആദ്യ ദിവസം തന്നെ എനിക്ക് പാപബോധം കിട്ടി. അതുവരെ ഞാനൊരു പാപിയാണെന്നോ ഉള്ളൊരു സുബോധം എനിക്കില്ലായിരുന്നു. എന്നാൽ അന്നത്തെ വചനത്തിൽ കൂടി ഞാൻ മനസ്സിലാക്കി, എൻ്റെ കണ്ണിലെ കോല് കിടക്കുമ്പോൾ ഞാൻ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കുന്നവളാണ്, മറ്റുള്ളവരെ വിധിക്കുകയും പഴിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരിയാണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് മുതൽ ഞാൻ തുടർച്ചയായി ആ കൂട്ടായ്മയ്ക്ക് പോകുവാൻ തുടങ്ങി. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായി തീർന്നു. എൻ്റെ ദൈവത്തിന് 1000 നന്ദി കരയറ്റുന്നതുകൊണ്ട് തുടർച്ചയായി ഞാൻ ആ കൂട്ടായ്മയിലേക്ക് കടന്നു പോകുകയും വചനം കേൾക്കുകയും ചെയ്തപ്പോൾ എൻ്റെ അനേക കുറവുകൾ എനിക്ക് മനസ്സിലാക്കി. വചനത്തിൽ പറയുമ്പോൾ യഹോവേ, എൻ്റെ അകർത്യം വലിയതെന്ന് എൻ്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ എന്ന് പറയുകയല്ലാതെ അനേക കുറവുകളും കുറ്റങ്ങളും എന്നിലുണ്ടായിരുന്നു. അതെല്ലാം കർത്താവ് എനിക്ക് മാറ്റിത്തന്നു. എന്നാൽ ഉടനെ കുറേശ്ശെയായി മാറ്റിത്തന്നു. ഇന്നും എന്നിൽ കുറവുകളും കുറ്റങ്ങളും ഉണ്ട്. എങ്കിലും എൻ്റെ ഹൃദയത്തിന് വളരെ ഒരു മാറ്റം സംഭവിച്ചു. അത് എൻ്റെ പാപബോധം എനിക്ക് തന്നതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ സംഭവിച്ചു. ഞാൻ കുറേശ്ശെയായി എന്നെ തന്നെ താഴ്ത്തുവാനും എൻ്റെ അഹങ്കാരവും നിഗളവും ഞാനെന്ന ഭാവവും എനിക്ക് മനസ്സിലാക്കുവാനും സാധിച്ചു. അത് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, അപ്പാ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുവാനും വചനം വായിക്കുവാനും എനിക്ക് ദൈവം തമ്പുരാനൊരു കൃപ തന്നു. ആ യേശുവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. പിന്നെ എൻ്റെ മകള് ഡോക്ടർ സിന്ധു ഇവിടെ പ്രാർത്ഥിക്കുകയും സാക്ഷ്യം പറയുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണല്ലോ. ആ മകളാണ് എന്നെ ഈ ദൈവസന്നിധിയിലേക്ക് കൂടുതലായി കൊണ്ടുവന്നത്. മകളും മകളുടെ കുടുംബവും എൻ്റെ കർത്താവിങ്കിലേക്കുള്ള ആ ചായ്വിന് അല്ലെങ്കിൽ ഈ കൂട്ടായ്മയിലേക്കുള്ള ഒരു വഴിത്തിരിവിന് എനിക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളത് എനിക്ക് പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല. എന്നിലൊരു കുറവ് കണ്ട എൻ്റെ മകൾ അന്നേരം വിളിച്ചു, മമ്മി അത് തെറ്റാണ്, അതങ്ങനെയല്ല എന്ന് പറയുമ്പോൾ എനിക്കതിൽ സന്തോഷമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുമായിരുന്നു. എനിക്കിങ്ങനെയുള്ളൊരു മകളെ തന്ന എൻ്റെ ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും എൻ്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുമായിരുന്നു.
ഇന്ന് ഞാനും എൻ്റെ മകളും ഒരു മനസ്സോടെ ജീവിക്കുന്നു. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എൻ്റെ മകൾക്ക് വളരെ പങ്കുണ്ട്. എൻ്റെ മകൾ മുഖാന്തരം മാത്രമാണ് ഞാൻ ഇത്രമാത്രം ദൈവസന്നിധിയിലായി തീരുവാൻ, എനിക്കും കൂട്ടായ്മയിൽ വരുവാനും ദൈവത്തെ സ്നേഹിപ്പാനും ദൈവത്തിൽ ആശ്രയിപ്പാനുമുള്ള കൃപ തന്നത്. അല്ലെങ്കിൽ ഞാൻ സ്വയത്തിൽ ആശ്രയിക്കും, തന്നെത്താൻ എൻ്റെ കഴിവും പ്രാപ്തിയും തൻ്റെ ഇടവുമാണെന്നുള്ള അഹം എന്നെ ഭരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ഒന്നുമല്ല, ഏതുമില്ല. എൻ്റെ കർത്താവിൻ്റെ കൃപയൊന്നു മാത്രമാണ് ഞാനാകുന്നതും ഞാനായിരിക്കുന്നതും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ കർത്താവിൻ്റെ തൃപാദങ്ങളിലേക്ക് എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഇന്ന് അന്ത്യത്തോളം ഒരു വിശുദ്ധയുമായി ജീവിക്കണം. എൻ്റെ അവസാന ശ്വാസം വരെയും ഒരു വിശുദ്ധയായി ജീവിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. ദൈവമക്കളെല്ലാവരും എനിക്കും എൻ്റെ തലമുറകൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.